നമസ്കാരം. ഞാനപ്പോൾ ഇന്ന് നിങ്ങളോടൊരു ജീവിതത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കഥ. അതായത് കർഷകരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു മകളെ പഠിപ്പിച്ച് എൻജിനീയറാക്കി നല്ല രീതിയിൽ അവളെ കല്യാണം കഴിച്ചു വിട്ടു. അവൾ ഖത്തറിൽ പോയി നല്ല ഒരു എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. IT മേഖലയിൽ നല്ല നിലയിലെത്തി. ഹസ്ബൻഡും IT മേഖലയിലുള്ള ആളാണ്. അങ്ങനെ നല്ല നിലയിൽ ജീവിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു അനിയൻ കൊച്ചുണ്ട്. അവൻ ഇച്ചിരി അസുഖങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയാണ്. ഫിറ്റ്സ് അങ്ങനെയൊക്കെ. അവന് പഠിക്കാൻ വിദ്യാഭ്യാസമൊന്നും കൊടുത്തിട്ടില്ല. അവന് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഇങ്ങനെ ചെറിയ അസുഖമുള്ള കുട്ടിയായതുകൊണ്ട് അവർ ഒരിടത്തും വിടുന്നൊന്നുമില്ല. അവർ കൂടെ തന്നെ നിർത്തിയേക്കുന്നു. വിദ്യാഭ്യാസം കണ്ട് 7ാം ക്ലാസ് വരെയൊക്കെയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഇച്ചിരി നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പയ്യനാണ്. അപ്പം അങ്ങനെ അവൻ ഇവരുടെ കൂടെയുണ്ട്. അപ്പം ഈ മകളെ കല്യാണം കഴിച്ച് അവൾ നല്ല നിലയിലൊക്കെ എത്തി പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പം ഈ അച്ഛനെയും അമ്മേനെയും തിരിഞ്ഞു നോക്കില്ല അവർ. ഈ അമ്മയും അച്ഛനും കൂടെ വിളിച്ചാൽ തന്നെ അവൾ ഫോൺ എടുക്കില്ല. അവൾക്ക് പറഞ്ഞു അവൾക്കൊട്ടും താല്പര്യമില്ല സംസാരിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ കിടന്ന് ഭയങ്കര സങ്കടവും കരച്ചില്ല. കാരണം ഈ പറ്റില്ലാത്തൊരു പയ്യൻ കൊച്ചുണ്ട്. ആകെ എങ്ങാണ്ട് 2 ഏക്കർ അടുത്ത് സ്ഥലമുള്ളൂ. പാട്ടത്തിനെടുത്ത് കൃഷിയൊക്കെ ചെയ്താൽ ഈ മകളെ പഠിപ്പിച്ച് മകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഒത്തിരി ലോണുകളും ഒക്കെ ഉണ്ട് പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അതും എല്ലാം ഇവർ ഈ കൃഷിയിൽ നിന്നുണ്ടാക്കിയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടത്തിന് നെൽകൃഷി ചെയ്യുക, അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുക, ഇങ്ങനെ എല്ലാം വാഴക്കൃഷി എന്ന് വേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. റംബുട്ടാനും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ. അങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ മകളെ വിളിച്ചാലും എടുക്കില്ല. മകൾ പറയണത് എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് അവൾ പറയുന്നില്ല എന്നാണ് ഈ മാതാപിതാക്കൾ പറയണത്. അവരെന്താ ഉദ്ദേശിച്ചതെന്ന് ഇവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ ദുഃഖത്തിലാണ് കഴിയുന്നത്. ഈ അമ്മയ്ക്ക് കരച്ചിൽ തീർന്ന സമയമില്ല. കാരണം വയ്യാത്ത ഒരു മോനും കൂടെയുണ്ട്. ഈ അച്ഛനും അമ്മയും കൂടെ ഏത് സമയം അച്ഛനാണെങ്കിൽ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. അമ്മ ഇങ്ങനെ എപ്പോഴും കരഞ്ഞു വിളിച്ചിങ്ങനെ നടക്കുന്ന ഒരു ഫാമിലി. ചിലപ്പം ഞാനിങ്ങനെ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ മോക്കും മക്കളുണ്ടായി. ഒരു മോനുണ്ട്. അവരിങ്ങോട്ട് വന്നൊന്നുമില്ല, നാട്ടിലേക്ക് വന്നേ ഇല്ല എന്നാണ് പറയുന്നത്. മോനുണ്ടായിട്ട് ഇവരെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം ഈ അമ്മ ആഴ്ചയെ വിളിക്കും, അവളെന്തെങ്കിലും പറയും, കരയും. ഇത് തന്നെയാണ് പരിപാടി. ചില ദിവസം ഫോൺ എടുക്കില്ല, എത്ര പ്രാവശ്യം വിളിച്ചാലും എടുക്കില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഓർക്കണമല്ലേ, സാധാരണ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത, ആരാണേലും ഏതച്ഛനമ്മയാണെങ്കിലും കേരളത്തിലെന്നല്ല ഏതച്ഛനമ്മയാണേലും നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മാതാപിതാക്കളും ജീവിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടായിരിക്കും. അവർക്കടെ ഭക്ഷണം പോലും ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പോലും മേടിക്കാതെ അതും കൂടെ സൂക്ഷിച്ചു വെച്ചിട്ട് പിള്ളേർക്കുള്ള ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമ്പാദിക്കുന്ന മാതാപിതാക്കളും ഒത്തിരി ഉണ്ട്. അപൂർവം പേരെ അങ്ങനെ അല്ലാത്തവരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു അച്ഛനും അമ്മയാണ് ഇത്. പക്ഷേ ഇതെന്തുകൊണ്ടോ മക്കൾ മനസ്സിലാക്കുന്നില്ല. മക്കള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അവരുടെ സുഖസൗകര്യത്തിലായിപ്പോയി. ഇനി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ കുറേ മക്കളുടെ ഉദാഹരണങ്ങൾ പറയാം. ചില പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചല്ലാതെ ദൂർത്തടിക്കുന്ന മക്കളുണ്ട്. അതായത് വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ കയറുക, ഫ്രണ്ട്സിനൊക്കെ ഫുഡുകൾ വാങ്ങി കൊടുക്കുക, വേറെ വലിയ കോളേജിലൊക്കെ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് അടിച്ചു പൊളിച്ച് ഭയങ്കര സ്റ്റൈലിൽ ജീവിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. നമ്മുടെ വീട്ടിലെ സാഹചര്യം പോലും പെൺകുട്ടികൾ മറന്നുപോകും ഇല്ലേ. പിന്നെ കുറച്ച് പേരുണ്ട് ക്രെഡിറ്റ് കാർഡായി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഏതാണെങ്കിലും കാർഡ് അച്ഛൻ്റെ അമ്മയുടെ കൈവശപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് പണം ഇങ്ങനെ ആവശ്യാനുസരണം എടുത്തോ, പരീക്ഷാ ഫീസോ അല്ലെങ്കിൽ അത്യാവശ്യം എടുത്തോ എന്നും പറഞ്ഞ് കൊടുക്കുന്നത് ഇവർ ഈ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് മക്കളും ഉണ്ട്. അങ്ങനെ ദുഃഖിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. കുറച്ച് പേരുണ്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് വിട്ടിട്ട്, അതായത് ഒന്നെങ്കിലും ഒരു പെൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ ആൺകുട്ടിയായിട്ടോ ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഡയമണ്ട് പോലുള്ള കമ്മലുകളോ മോതിരങ്ങളോ ഇങ്ങനെ മാലയുടെ ലോക്കറ്റ് ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കും. അല്ലെ വില കൂടിയ സാധനങ്ങൾ ബർത്ത്ഡേക്കും ഇതിനൊക്കെ മേടിച്ചു കൊടുത്ത് ദൂർത്തടിക്കുന്ന മക്കളുമുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചോദ്യം ചെയ്യും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിക്കും. അത് കുട്ടികൾ വൈരാഗ്യമായിട്ട് വെക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചോദിക്കുന്നതല്ലേ ശരി ഇല്ലേ. നമ്മുടെ ആസ്തി അനുസരിച്ചല്ലാണ്ട് ഒരു മക്കൾ പോകുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ചോദ്യം ചെയ്യും. അധികം അമ്മമാരായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അതൊരു വൈരാഗ്യത്തിലേക്ക് കാരണമാകുകയും ചെയ്യും. മിക്ക കുടുംബങ്ങളിലും ഈ പ്രായപൂർത്തിയായ ആകുന്ന പിള്ളേർ വരുത്തി വയ്ക്കുന്ന ഒരു വിനയാണ് ഇത്. അവരുടെ സാമ്പത്തിക സ്ഥിതിക്കല്ലാത്ത ഒരു ആർഭാടത്തിലേക്ക് അവർ ജീവിക്കുകയും ചെയ്യും. ബർത്ത്ഡേക്കൊക്കെ എന്തോരം കാശ് പിടിക്കുന്ന പിള്ളേരുണ്ടെന്നറിയാം. 2000 രൂപ 3000 രൂപയൊക്കെയാണ് ഒറ്റ അട്ടിക്ക് കൊണ്ടുവന്ന് കുഞ്ഞ് +2 ക്ലാസ്സിൽ പോലും കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്.
വീട്ടിലെ സ്ഥിതിയൊന്നും അവർ നോക്കിയില്ല. ക്ലാസ്സിലേക്ക് 50 കുട്ടികൾ അല്ലെങ്കിൽ 40 കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി എന്ന് പറഞ്ഞാൽ ചെറിയ മിഠായി ഒന്നും പോരാ അവർക്ക്. അങ്ങനെ ആഘോഷിച്ച് കാശുകൾ കളയുന്ന കുറേ പിള്ളേരുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരുടെ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, അവർ പറയും ഞങ്ങൾ വളർത്തണം എന്ന് പറഞ്ഞോ, ഞങ്ങളെ വിദ്യാഭ്യാസം ഇന്ന കോളേജ് വിടണം എന്ന് പറഞ്ഞോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് എന്തെങ്കിലും ധിക്കാര വർത്താനം പറഞ്ഞ് മാതാപിതാക്കളെ ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ ചില കുട്ടികളുണ്ട് അച്ഛനെ അമ്മേനെ അറിയില്ലാത്തവർ. അച്ഛനും അമ്മയും ഇച്ചിരി മോശമാണെങ്കിൽ അവരെ കോളേജിലോ സ്കൂളിലോ വഴിക്ക് വെച്ച് കണ്ടാൽ പോലും മിണ്ടില്ല കൂട്ടുകാരുടെ കങ്ക വെച്ച്. അങ്ങനത്തെ എന്തോരം മാതാപിതാക്കൾ അങ്ങനെ ദുഃഖിക്കുന്നവരുണ്ടെന്നറിയാവോ. അതേപോലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒന്ന് ചെല്ലുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പരമാവധി ബ്യൂട്ടി പാർലറിൽ കൊണ്ട് മേക്കപ്പ് ചെയ്യിച്ച് വരാൻ പറയുന്ന കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ ഒരു സ്കൂളിൽ ഇതിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ ഇരുന്ന് പറയാണ്, മുത്തശ്ശിയാണ്, ഗ്രാൻഡ് മദറാണ്. പുള്ളിക്കാരി പറയാം, മോന് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വരുന്ന സ്കൂളിൽ വരുന്ന ഇഷ്ടമല്ല, കാരണം നമുക്കത്ര മേക്കപ്പും നമുക്കത്ര സൗന്ദര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്, നമ്മുടെ ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞല്ലേ ഇരിക്കണേന്ന്. അങ്ങനത്തെ പറയുന്ന പിള്ളേരും ഉണ്ട്. അത് അവരുടെ പ്രായത്തിൻ്റെ നമുക്ക് വിചാരിക്കാം, ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ മാറും. എങ്കിലും അത് സാധാരണ മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമല്ലേ. സാധാരണ മാതാപിതാക്കൾ അത് കേൾക്കുമ്പോൾ സങ്കടം വരും ഇല്ലേ. നമ്മളെ ഇങ്ങനെയാണല്ലോ നമ്മുടെ മക്കൾ കണ്ടേക്കണേ എന്നിങ്ങനെ വിചാരിക്കും. അപ്പൻ്റെ അമ്മയുടെ തലമുടി നരച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും ഒന്ന് ഡൈ അടിച്ചിട്ട് വാട്ടോ എന്നിങ്ങനെ പറയുന്ന മക്കളുണ്ട്. അത് എന്താണെന്നറിയത്തില്ല. ഇപ്പം ഈ കുട്ടി എങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഈ പെൺകുട്ടി എന്നാണേലും ഈ അനിയൻ കുഞ്ഞിനെ നോക്കുന്നില്ല, ഈ അച്ഛനെയും അമ്മേനെ നോക്കുന്നില്ല. ഇവള് ഇങ്ങനെയല്ലായിരുന്നു അവൾ ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്. അവൾ എന്തുദ്ദേശിച്ചു എന്ന് ആ വീട്ടുകാർക്കും അറിയത്തില്ല. വീട്ടുകാർ പല പ്രാവശ്യം ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവളുടെ ഭർത്താവിനെ വിളിച്ചാൽ ഭർത്താവ് പറയണേ എനിക്കറിയില്ല അവൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാം. എന്താ പറയണേന്ന് ചോദിച്ചാൽ അവനും അറിയത്തില്ല എന്താ കാര്യം എന്ന്. ആ ചെറുക്കന് കുഴപ്പമില്ല എന്നാണ് ഇവർ പറയണേ. അവരെന്നിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ മരുമകനെ വിളിച്ചാണ് കാര്യങ്ങൾ അറിയണേ. പക്ഷേ നാട്ടിലേക്കും വരാറില്ല, അച്ഛനെയും അമ്മേനെയും കാണാറുമില്ല. അപ്പം ഒരു കാര്യം മകൾ ചെയ്യുക, മകളെ അച്ഛനും അമ്മയും വളർത്തിവിട്ടതാണെങ്കിൽ അവരെ അന്വേഷിക്കാനുള്ള ഒരു ചെറിയ ഉത്തരവാദിത്വം ഉണ്ടല്ലേ. നമ്മൾ പൈസ കണ്ട് ആർമാദിച്ചതിനകത്തേക്ക് പോകാതിരിക്കുക. ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും ഹൈ ലെവലിൽ ഒത്തിരി ശമ്പളമൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നും ഇതിങ്ങനെ നിലനിൽക്കുന്നത് നമുക്കും പ്രായമാകുമെന്ന് മക്കൾ ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടാണ്. ഒന്നുമല്ലേലും അച്ഛനും അമ്മയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, ഒന്നുമല്ലേലും നല്ല നിലയിൽ പഠിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസം ഇല്ലാതെ ആക്കി വിട്ടില്ലല്ലോ ഇല്ലേ. ഒരു മകള് എന്ന് പറയുന്നതിന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരമ്മേനെ അച്ഛനെ മനസ്സിലാക്കാൻ. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും സുഖമാണോ, പ്രായമായവരല്ലേ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അനിയൻ കുഞ്ഞുണ്ട് അവന് സുഖമാണോ, അവൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസ്സ് വയ്ക്കാൻ പാടില്ലേ. എന്തൊക്കെ വൈരാഗ്യവും മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടത്. അതല്ലേ വേണ്ടത്. ഇനി അമ്മയാണെങ്കിൽ പറയാം, ആവശ്യമില്ലാതെ നമ്മുടെ ഫോണുകൾ എടുക്കാണ്ടിരിക്കുമ്പോൾ പിന്നെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ വിളിക്കാൻ പോകാതിരിക്കുക. നമ്മളെ വേണ്ടാത്തവരെ നമ്മുടെ കടമകൾ ചെയ്തു എന്ന് അച്ഛനും അമ്മയും വിചാരിക്കുക. അവർക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അവരാ വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കിട്ടി, നല്ല കുടുംബത്തിൽ കല്യാണം കഴിച്ചു വിട്ടു. ഇനി അവരുടെ കാര്യം അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട കാര്യമില്ല ഇല്ലേ. നമ്മളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണമെങ്കിൽ നമ്മളെ ഇഷ്ടമല്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഫോൺ എടുക്കും, നമ്മളോട് സംസാരിക്കും, നമ്മളെ എപ്പോഴും വിളിക്കും, നമ്മുടെ കാര്യങ്ങൾ നോക്കും, ചോദിക്കും, ഒക്കെ ചെയ്യുമല്ലേ. നമ്മളെ ഇഷ്ടമില്ലാത്ത, അപ്പം നമ്മുടെ വിളി പോലും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവർ നമ്മളെ ഫോൺ എടുക്കാതിരിക്കുന്നതും നമ്മളെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും പിന്നീട് നമ്മളെ ഓർത്ത് കരയാൻ ഇടവരുത്തുന്നതും. എന്തിനാ അങ്ങനെ നമ്മുടെ ഈ കൊച്ചു ജീവിതം ഈ സങ്കടത്തോടു കൂടി കഴിഞ്ഞു പോകുന്നത്? ഒന്ന് ഓർത്ത് നോക്കി, ഒരു 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞവർ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കുന്നവർക്ക് അവർക്കില്ലാത്ത അസുഖങ്ങൾ കാണുമോ? പ്രായമാകും തോറും നമുക്ക് അസുഖങ്ങളും കൂടും, ടെൻഷനും കൂടും, എല്ലാം കൂടും ഇല്ലേ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ അനിയൻ കൊച്ചിനും അല്ലെങ്കിൽ അച്ഛനോ, അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അമ്മയ്ക്കോ ആരാ ഉള്ളത്? അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പം നമ്മൾ ഈ മകൾ വിളിച്ചില്ല എന്ന് ഓർത്തുണ്ടെങ്കിൽ അതിനിങ്ങ് പോട്ടെ എന്ന് വയ്ക്കുക. കുറേ കാലം വിളിക്കാണ്ടിരിക്കുമ്പോൾ മകൾ വിളിക്കുമോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ അവൾ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കട്ടെ എന്ന് വെക്കുക. ഞാൻ മനസ്സിലാക്കിയതോടെ ഈ പെണ്ണ് ധൂർത്തിൻ്റെ ആശാത്തിയായിരുന്നു, അതിനെ ചോദ്യം ചെയ്തായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ ഒരു 2 പേരോട്, ഈ അമ്മ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ അറിയാവുന്ന 2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇച്ചിരം ആഡംബരത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയാണ്. അതിന് ഈ കാരണവന്മാർ സമ്മതിച്ചത്. കാരണം അവർക്ക് അതിൻ്റെതായ ആസ്തിയില്ല. അവർ ഈ മുണ്ട് മുറുക്കി കൊടുത്ത് ഇങ്ങനെ എലി പുന്നല് കൂട്ടി വയ്ക്കും പോലെ കൂട്ടി വെച്ച് വളർത്തിയതാണ് ഈ മകളെ. അപ്പം ഈ മകൾ അത് കണ്ടു വളരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദൂരത്തിന് വരുത്. ഇന്നലെ ഞാനൊരു അച്ഛൻ്റെയും അമ്മയുടെയും കഥ ഇട്ടു, സ്നേഹസമ്പന്നരായ അച്ഛൻ്റെയും മോൻ്റെയും കഥ. ഇത് നേരെ തിരിച്ചാണ്.
ഇതിങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് മകളോട്, മകൾക്ക് പക്ഷേ സ്നേഹം എന്ന് പറയുന്ന ഒരു ലെവലേശം പോലും ഇല്ല. പിന്നെ ഈ അമ്മയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മകളല്ലേ നമ്മുടെ മകനല്ലേ എന്നോർത്ത് അവർക്ക് വേണ്ടി, അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അവർക്ക് നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഏത് രാജ്യത്ത് കിടന്നാലും എവിടെ കിടന്നാലും നമ്മുടെ പ്രാർത്ഥന അവർക്ക് എപ്പോഴും ഒരു ബലമായിരിക്കും. അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തിരിഞ്ഞു നോക്കിയാലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവർ ഒരിക്കലും നമ്മൾ പ്രാകുകയോ അവരെ ശപിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അവരുടെ നന്മകൾ വരട്ടെ എന്ന് നമ്മൾ ആലോചിക്കുക, മനസ്സിൽ വരിക. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം, നന്നായിട്ട് വളർന്ന് നല്ല നിലയിലെത്തണം. അവർ നല്ല നിലയിലാണ് കഴിയുന്നതെന്ന് അറിഞ്ഞ് നമുക്ക് സന്തോഷിക്കാം, ഇല്ലേ? നമ്മൾ പഠിപ്പിച്ചു വിട്ട് നമ്മൾ ജോലിക്കാരിയാക്കി വിട്ട കുഞ്ഞ് നല്ല നിലയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നല്ല നിലയിൽ കഴിയുന്നു എന്നോർത്ത് നമുക്ക് സമാധാനത്തോടെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ലേ? അത് മാത്രം ചെയ്യുക, ഇല്ലേ? അത് നമുക്ക് ചെയ്യാം. ഈ മകൾക്കൊരു ബുദ്ധി തോന്നണം. ഈ മകള് ഏതെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എന്നെ ആ കുട്ടിക്ക് അറിയാവുന്ന കുട്ടിയാണ്, അപ്പം ആ കുട്ടി ഒന്ന് ചിന്തിക്കണം. കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മേനെയും വിളിക്കണം. എന്നിട്ട് അച്ഛനെയും അമ്മേനെയും സാന്ത്വനിപ്പിക്കണം. അനിയൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. ഈ കർഷകരായ അവർ സ്ഥലം മുഴുവൻ ലോണിലായിരിക്കണം. മുഴുവൻ വിദ്യാഭ്യാസ ലോൺ എടുത്തതും ആ ലോൺ എടുത്ത് ഈ ലോൺ എല്ലാം ഇങ്ങനെ പാഞ്ഞു നടന്ന് കഷ്ടപ്പെട്ട് ഇപ്പോഴും രാവിലെ 6 മണി തൊട്ട് ആ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ ഇരുട്ടി തുടങ്ങും. ഇപ്പം നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് നേരത്തെ 5:30 ആകുമ്പോഴാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതുവരെ ആ പറമ്പിൽ പണിയാണ്. അതുവരെ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി അമ്മയും അച്ഛനും കൂടെ ഇപ്പോഴും ആ മകനുമായിട്ട് പോയിരുന്ന് പണിയാണ് പറമ്പിൽ. വാഴക്കൃഷിയായി, റംബുട്ടാൻ കൃഷിയായി എന്ന് വേണ്ട, അവർ ചെയ്യാത്ത ഒന്നുമില്ല. കണ്ടത്തിലെ പണിയായി, കൊയ്ത്തും ഒക്കെ രാവും പകലും കൊയ്യണതും ഒക്കെ ഈ അച്ഛനും അമ്മയും കൂടെ കൂടി നടന്നാണ്. പണിക്കാരെ കൂട്ടിയിട്ടുണ്ട്, കൂലി കൊടുക്കണമല്ലോ എന്നോർത്തോണ്ട്. ഒന്നോർത്ത് നോക്കിയാൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിനോടാണ് മകൾ ഈ നല്ല നിലയിലെത്തിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മക്കളും ഇങ്ങനെ മാതാപിതാക്കളോട് ചെയ്യരുത്. ഒരു മാതാപിതാക്കളും മക്കൾ മോശമായി പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ സാഹചര്യത്തിൽ അവർ ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ വളർത്തിയില്ലേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട ഇങ്ങനെ കഷ്ടപ്പെട്ടാന്ന് പറയും. എന്നാന്നറിയാവോ? അവരുടെ ആ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു പോകുന്ന ഇപ്പോൾ ഈ കുട്ടി തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോകും. ഞാൻ അങ്ങനെ വളർത്തിയതല്ലേ എന്ന് പറഞ്ഞു പോകും. പറയണ തെറ്റാണ് കാര്യം പറഞ്ഞാൽ, പക്ഷേ സാഹചര്യം വരുമ്പോൾ ഓർക്കാതെ പറഞ്ഞു പോകുന്നതാണ് ഈ മാതാപിതാക്കൾ. അതൊരു വിഷമമായിട്ട് ഒരു മക്കളും എടുക്കേണ്ട കാര്യമില്ല. ഏതച്ഛനും അമ്മയാണെങ്കിലും നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവില്ല. അപ്പം നമ്മൾ പറയും ഞാൻ എങ്ങനെ വളർത്തിയതാണെന്നിങ്ങനെ പറയും, ഇല്ലേ? ചിലർ പറഞ്ഞേക്കെ ഞാൻ നൊന്ത് പെറ്റതല്ലേ എന്ന് പറയും. അതെല്ലാവരും ചെയ്യണമെന്ന് ചില മക്കൾ തിരിച്ചു പറയും. അത് ആ വിഷമം വരുമ്പോൾ അവർ പറയുന്നതാണ്. ചിലർ ചുമ്മാ ദേഷ്യപ്പെട്ട് പറയണുണ്ട്. ഇതൊക്കെ ചിലപ്പം ഈ അച്ഛനും അമ്മയൊക്കെ ഒരു എന്നാ പറയണ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷമത്തോടു കൂടി ഇരുന്ന് പറയുന്നതാണ്. അല്ലാണ്ട് അതിനകത്തൊരു കുറ്റമായിട്ടൊന്നും കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? അപ്പം എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ഈ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഒരു യോഗമാണ്. അങ്ങനെ നമ്മളെ ഒന്നും തള്ളിക്കളയാതെ, എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാതെ, ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് ഇടാതെ, അമ്മത്തൊട്ടിലിടാതെ, ഉപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാതെ നമ്മളെ വളർത്തിയില്ലേ ഈ അച്ഛനും അമ്മയും. അതുമാത്രം ഇപ്പം എന്തോരം പിള്ളേരെ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്നതും കൊന്നുകളയുന്നതും ഒക്കെ. അതൊന്നും ചെയ്യാതെ എത്രയോ അമ്മമാരും അച്ഛന്മാരും കഷ്ടപ്പെട്ടാണേലും മക്കളെ വളർത്തി വലുതാക്കുന്നില്ലേ? അതുമാത്രം മക്കൾ ചിന്തിച്ചാൽ മതി. അപ്പം എനിക്കിതേ പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ അമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ മകൾ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഈ മിനിങ്ങാന്നൊക്കെയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത്, അമ്മയും അച്ഛനും. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാത്ത സമയം നിങ്ങൾ എന്തെങ്കിലും മകളെ വിളിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ വല്ല യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഏതെങ്കിലുമൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതല്ലാണ്ട് ഈ മകളെ വിളിക്കാൻ തോന്നുന്ന സമയത്തല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിയിലേക്ക് ഏർപ്പെടുക. കുറച്ച് ദിവസം വിളിക്കാതിരിക്കും, മകൾ തിരിച്ചു വിളിക്കുമോ എന്ന് നമുക്ക് നോക്കിയിരിക്കാമല്ലോ, ഇല്ലേ? അതൊരു ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒരു സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവരുടെ മക്കൾ വലുതാകുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന്. കാരണം അവർക്കിപ്പോൾ അറിയത്തില്ല. ഇപ്പോൾ അവരുടെ സുഖസൗകര്യത്തിൽ കുറവ് വരുന്നത് മാത്രമേ അവർ കണ്ടുപിടിക്കുന്നുള്ളൂ, അല്ലേ? മക്കളുടെ സുഖസൗകര്യം കുറയുമ്പോഴാണ് മക്കൾ മാതാപിതാക്കളെ കുറ്റം പറയാനല്ലേ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അതുകൊണ്ട് അവർ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പം അവർക്കൊരു സമയം വരും,
അത് കാലചക്രം അങ്ങനെയാണ് കറങ്ങണത്. ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. എപ്പോഴാണേലും ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ അവർ മനസ്സിലാകും എൻ്റെ അച്ഛനും അമ്മയും അപ്പം എന്തോരം കഷ്ടപ്പെട്ടു എന്ന്. ഇനി കഷ്ടപ്പെടാതെ വളർത്തുന്ന കുറേ കാരണവന്മാരും ഉണ്ട് കേട്ടോ. അത് വേറൊരു വകുപ്പിൽപ്പെടുന്നവരാണ്. ഇതൊക്കെ സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളെ, മക്കളെ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറൊരു കഥയാണ്. അതേപോലെ മക്കളെ ശപിക്കുന്നതും പ്രാകുന്നതും മക്കൾ ഗതി പിടിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കള്ളന്മാരും ആക്കണതും ഒക്കെയുള്ള മാതാപിതാക്കൾ ഇഷ്ടംപോലെ. നമ്മൾ ഇങ്ങനെയുള്ളവരുടെ കഥകൾ കേട്ടാണ്ടല്ലോ നമുക്ക് സങ്കടം വരും. ഇത് എന്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനെ സ്നേഹം കൊടുത്തിട്ടും ദുഷ്ടത തിരിച്ചു കാണിക്കുന്ന മക്കൾ വേറെയും കിടക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.